എത്ര ടഫസ്റ്റ് മൂവ്മെന്റിലായാൽ പോലും ഞങ്ങൾക്ക് മെസ്സി കപ്പിലും മുമ്പ് വെച്ച് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയും. നല്ലൊരു ഫുട്ബോളിംഗ് മൂവ്മെന്റ് ആണ്.
നമുക്ക് അറിഞ്ഞ കൊള്ളാവുന്നുണ്ട് യാതൊക്കെ മെസ്സിയുമായിട്ടുള്ള യാതൊക്കെ ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അർജന്റീന മെസ്സി അല്ലെങ്കിൽ ആ ഒരു ഡ്രീം എങ്ങനെ ഫാൻ ബോയ് ആയി, അല്ലെങ്കിൽ ഈ ഡിഫൻഡറിലേക്ക് മെസ്സിയെ എങ്ങനെ ചേർത്ത് വെക്കാനുള്ള റീസൺ? എല്ലാവരും ഫുഡ് കിട്ടോ, എല്ലാവരും കിട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കാർ എടുത്തു, അത് ബാക്ക് കൊടുത്തു. അപ്പോൾ അതും കുറച്ച് പൈസ കൂട്ടിയിട്ടാണ് നമ്മൾ ഡിഫൻഡർ എടുക്കുന്നത്. എനിക്ക് മെസ്സിയുടെ പേരിൽ അറിയപ്പെടാൻ ഒരു ഭാഗ്യം എന്നിലേക്ക് വന്നു ചേർന്നു. സോ എനിക്ക് ജെന്യുവൻലി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മെസ്സി ഇന്റർനാഷണൽ ഒരു കപ്പ് എടുത്ത് കാണുന്നതാണ്. ലൈക്ക് ഒരുപാട് ഫാൻസിൻ്റെ ഒപ്പം. അപ്പോൾ 2021 അത് മെസ്സി അച്ചീവ് ചെയ്യും. അതിൻ്റെ ഒരു മെമ്മറി ആയിട്ട് ഞാനൊരു മുറാൽ കൊടുക്കലൊരു ചേഞ്ച് ചെയ്തു. സോ കറൻ്റ്ലി അർജന്റീനയാണ് ഈ ലോകകപ്പിലത്തെ ഡിഫൻഡിങ് ചാമ്പ്യൻസ്. അപ്പോൾ ഡിഫൻഡിങ് ചാമ്പ്യൻസ് ഡിഫൻഡറിൽ വന്നിറങ്ങട്ടെ ഒരു മൂഡിലാണ് ഞങ്ങൾ പരിപാടി പിടിച്ചത്. എല്ലാം ചെയ്യുന്നത് നമ്മൾ മെസ്സി ഒരു ഇങ്ങനത്തെ ഒരു ഫാൻ ഇവിടെ ഉണ്ട്. എനിക്ക് എന്തെങ്കിലും മെസ്സി ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ മെസ്സിയുടെ സൈഡിൽ നിന്ന് കിട്ടും, റെക്കഗ്നൈസ് ചെയ്യപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. സോ ഇതിൽ ഞങ്ങൾ കുറേ ഫാൻസിൻ്റെയും ബാക്കിയുള്ളവരുടെയും ലൈഫ് തന്നെ ഉണ്ട്. എത്ര ടഫസ്റ്റ് മൂവ്മെന്റിലായാൽ പോലും ഞങ്ങൾക്ക് മെസ്സി കപ്പിലും മുമ്പ് വെച്ച് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയും. നല്ലൊരു ഫുട്ബോളിങ് മൂവ്മെന്റ് ആണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടെങ്കിൽ അഫ്സൽക്കാർക്കൊക്കെ അറിയാം, ഞങ്ങളുടെ നാട്ടിൽ യൂബസാറിൽ ഞങ്ങൾ 1000 രൂപക്ക് വരെ ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമുണ്ട്. അന്ന് അഫ്സൽക്കാരാണ് പൈസക്കാരൻ. 1000 രൂപ ചോദിച്ചാൽ 250 രൂപയേ ഉള്ളൂ. എന്നാൽ പോലും നമ്മളുടെ മുമ്പേ പോയ ഫാൻ ലൈക്ക് ഇക്കാമാരെ ബാക്കിയുള്ളവരും ഒരു ഇൻസ്പിറേഷനും പിന്നെ ആ ഒരു സംഭവത്തിൽ നിന്നാണ് ചിലപ്പോൾ ഞാൻ മോൾഡേ പെട്ടിട്ടുണ്ടാവാം. ഞങ്ങളും ഒരു 8-9 വർഷം മുമ്പ് പൈസ ഇല്ലാത്ത സമയത്ത് പോലും ഫ്ലെക്സും പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റിൽ എൻ്റെ ആഗ്രഹം എന്തെങ്കിലും നമ്മൾ ഈ വണ്ടിയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ടെന്ന് മെസ്സിയുടെ ലൈക്ക് കിട്ടുമായിരിക്കും. അതോടുകൂടി നമ്മുടെ ഈ ഇത്രയും നാളത്തെ എഫേർട്ടിന് ഒരു റിസൾട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയി. അപ്പോൾ കാറ്ററിംഗ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കാറ്ററിംഗ് നമ്മൾ ഏൽപ്പിച്ച് നല്ല ഫുഡും പരിപാടിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇക്കോബൈസിന്റെ മന്തി കൂടാണ്ട് നമ്മൾ കാറ്ററിംഗ് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വളരെ വേണ്ടപ്പെട്ട കുറച്ചൊരു 3-4 വർഷമായിട്ട് ഞാൻ ക്ലോസ് ടു ആയിട്ടുള്ള സർക്കിളിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചേക്കണേ. എന്നെ എല്ലാ ദിവസവും കളി കാണാൻ വേണ്ടി 5:30 വിളിക്കുന്ന അബീലിയോ മലപ്പുറത്ത് നിന്നുണ്ട്. മെസ്സിയുടെ പറഞ്ഞ ഒരു ഫാനാണ്. പ്രമുഖമായിട്ടുള്ള മന്തിക്കട കൊടുങ്ങല്ലൂർ വരികയും അവിടെ നിന്നുള്ള സ്ട്രഗിളും പിന്നെ അവിടെ നിന്ന് പൊന്മാനില് കേസിൽ പറയണ പോലെ മുക്കിത്താത്തിയാലും ചത്തുന്ന് ഉറപ്പുവരുത്തണം, ഇല്ലെങ്കിൽ അങ്ങനെ എണീച്ച് വരും. ലേറ്റർ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് ലൈക്ക് ഞാൻ ക്രിക്കറ്റും ഫുട്ബോളും അതേപോലെ തന്നെ കുറച്ച് സ്പോർട്സിലും ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് ഞാൻ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇനീഷ്യൽ ടൈമിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വരാറുണ്ട്. ഞാൻ ക്രിക്കറ്റ് ഭയങ്കര ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്. അതിനുശേഷം ഞങ്ങളൊരു +1 പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫുട്ബോൾ ഭയങ്കരമായിട്ടും ഫോളോ ചെയ്യുകയും അതിനകത്ത് ഞാൻ ഭയങ്കരമായിട്ടും നടക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഭാഗ്യം പോലെ വരികയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വേൾഡ് കപ്പ് ടൈം ആയതുകൊണ്ട് ഒരു ചെറിയ സർപ്രൈസ് കുറച്ചൊക്കെ അറിയാം, ഇതിനകത്തുള്ള കുറച്ചൊക്കെ അറിയാം. അതല്ലാണ്ട് ഇതൊരു ഗാദറിംഗ് ആണ്. ലൈഫിനെ എനിക്ക് എൻ്റെ സ്വന്തം പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ട് കല്യാണം കഴിക്കുന്ന എൻ്റെ സ്വപ്നമായിരുന്നു. അങ്ങനെ ഞാൻ മന്തിക്കട തുടങ്ങുകയും ഒരു കാലത്ത് കല്യാണം കഴിക്കാൻ പറ്റുന്ന ലെവലിൽ എത്തുകയും ചെയ്തു. പിന്നെ അവിടെ ഞാൻ തിരിച്ചു വന്നു. അപ്പൊ ഈ കാണുന്ന ഭാഗ്യങ്ങൾ ഫുള്ള് എൻ്റെ വൈഫ് കാരണം എനിക്ക് ഉണ്ടായതാണ്. അപ്പോ പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ജേണി പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ റെസ്റ്റോറൻറ്റ് തുടങ്ങി. അപ്പം ആ സമയത്താണ് കൊറോണ വരുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇരിഞ്ഞാലക്കുട റെസ്റ്റോറൻറ്റ് തുടങ്ങി. അപ്പോഴാണ് ഞാനൊരു എഞ്ചിനീയറിംഗ് ഡ്രോപ്പൗട്ടാണ്. അതേപോലെ തന്നെ LKG തൊട്ടിട്ട് എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ ഫ്രണ്ട് മഞ്ജൂർ BDS ഡ്രോപ്പായിട്ട് നിൽക്കുന്നത്. അപ്പം 2 ഡ്രോപ്പേഴ്സും കൂടെ കൂടിയപ്പോൾ ഞങ്ങൾ ഇരിഞ്ഞാലക്കുട റെസ്റ്റോറൻറ്റ് ഇട്ടു. ലൈക്ക് ഞങ്ങൾ LKG തൊട്ടിട്ട് ഞാൻ മഞ്ജൂർ മൂസൊക്കെ ഒരുമിച്ചാണ് സ്കൂളിൽ പോയിരുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റിൽ ക്യാഷിലിരിക്കാനുള്ള വ്യാജന വന്ന് പിന്നെ മെയിനായി അസ്ലം കൂടെ കൂടിയിട്ട് ഞങ്ങൾ ചാവക്കാട് റെസ്റ്റോറൻറ്റ് തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ എല്ലാ പാർട്ട്നേഴ്സും കൂടെ കൂടിയിട്ട് കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് തുടങ്ങി. ശേഷം ലാസ്റ്റ് ഞങ്ങൾ പ്രിപ്പയർ തുടങ്ങി. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി കാലിക്കറ്റിലും ചാവക്കാട് റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കറണ്ട് റണ്ണിങ് അല്ല, പക്ഷേ ഞങ്ങൾ തിരിച്ചു വരും. പ്ലസ് ഇപ്പോൾ ഞങ്ങൾ പൂനെയിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് ഒരു 5 months ആയി. ലൈക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നെ അറിയാത്ത ഇപ്പൊ കുറെ പേരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് യാതിൽക്കാൻ മെസ്സിനെ കിട്ടണം മന്തി കിട്ടുന്നത്. പക്ഷേ യാതിൽക്കാൻ അറിയാത്ത മെസ്സിനെ അറിയാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങളുടെ മന്തി കൊണ്ടും ഞങ്ങളുടെ ടീം വർക്ക് കൊണ്ടും
ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയി കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു 40% ഞങ്ങൾ 5 മാസം കൊണ്ട് റിട്ടേൺ ചെയ്തു. സോ അതൊരിക്കലും കോൺഫിഡൻസ് ആയി. അപ്പോൾ കേരളത്തിന്റെ പുറത്ത് ഒരു റെസ്റ്റോറൻറ്റ് സക്സസ്ഫുൾ ആയപ്പോൾ ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ട്. ആ വണ്ടിയും ഇന്നത്തെ ഒരു പരിപാടിയിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. പ്ലസ് എൻ്റെ ഒപ്പം എൻ്റെ എഫേർട്ട് മാത്രമല്ല, എന്നെ അറിയാത്ത ആൾക്കാർക്കും എല്ലാവർക്കും അറിയാം, എൻ്റെ പിന്നിൽ എൻ്റെ റെസ്റ്റോറൻറ്റിന് ഒരു ടീമുണ്ട്. 2022 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം യാദിൽ ആ സ്റ്റേഡിയത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്ന് കാണുമ്പോൾ എൻ്റെ എവിടെയോ ഞാൻ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കറിയില്ലായിരുന്നു യാദിൽ ഇത്രയും ഭ്രാന്ത് പിടിച്ച് മെസ്സിയെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ മെസ്സിയെ കണ്ടൊന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണെന്നുള്ളത്. അതിനുശേഷമാണ് യാദിലിൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം ഞാനും പല സമയത്തും ഭാഗമായത്. എന്തായാലും ഈ കഴിഞ്ഞ മാസം മിയാമിയിൽ പോയി നമ്മുടെ മെസ്സിയുടെ ഏറ്റവും വലിയ അംഗരക്ഷകൻ്റെ കൂടെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുക്കാൻ യാദിലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അതും സംഭവിക്കും. മെസ്സിയുമായി കെട്ടിപ്പിടിച്ചുള്ളൊരു ഫോട്ടോ അധികം വൈകാതെ നമുക്ക് കാണാൻ ഭാഗ്യം ലഭിക്കും. അതിനുള്ളൊരു മറ്റൊരു തുടക്കമാകട്ടെ ഈ കാറ്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് ഈ യുവാവ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഇത്രയ്ക്കും സക്സസ് ഉണ്ടാക്കാൻ യാദിലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതിനേക്കാൾ അപ്പുറം സഞ്ചരിക്കാനും, കാരണം യാദിലിൻ്റെ ബിസിനസ് തന്ത്രങ്ങളൊക്കെ വളരെ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. മറ്റേ യാർഡ്ലി ഡേവിഡ്സൺ വണ്ടി, യാർഡ്ലി, പിന്നെ ഹെലികോപ്റ്റർ, അങ്ങനെ കുറേ തന്ത്രപരമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ആളാണ്. മാത്രമല്ല ആരെയും വീഴ്ത്താനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ട് മെസ്സി എന്ന സ്വപ്നം അതുടനെ യാഥാർത്ഥ്യമാകും. ആ സ്വപ്നത്തിൻ്റെ ഒപ്പം നമ്മളെല്ലാവരും ഉണ്ട്. ഒരിക്കൽ കൂടി വിജയാശംസകൾ.